വളരെയധികം ഫാൻസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസ് ആണ് ഏലിയൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അതിലത്തെ ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ഏലിയൻ റോമുലസ്. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് പടം ഓഫർ ചെയ്തിരുന്നത്. ഞാൻ തൃശ്ശൂർ ഐനോക്സ് നാണ് കണ്ടത്. അതും 3-4 ഷോസ് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 ഷോസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വേറെ എവിടെയും തൃശ്ശൂർ ടൗണിൽ എവിടെയും റിലീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്രത്തോളം ആ ടൈം സെലക്ട് ചെയ്ത് പോയി കണ്ടതിനുള്ള ഒരു മൂവി ഉണ്ട് ഇത്. കാരണം അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സൗണ്ട് എഫക്ട്സ് ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ പടം ഓഫർ ചെയ്യുന്ന ഒരു ഫീൽ ആയാലും ഒക്കെ ശരിക്കും ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ ഇരുന്ന് കണ്ട് നോക്കേണ്ട ഒരു മൂവി തന്നെയാണ്. വളരെ ലിമിറ്റഡ് തിയേറ്റേഴ്സിലെ ഈ പടം റിലീസ് ഉള്ളൂ. പക്ഷെ അത് വളരെയധികം എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവിയാണ്. കുറച്ചുകൂടി തിയേറ്റേഴ്സിൽ ചിലർക്ക് ഒരു ഷോ എങ്കിലും ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഒരു 4K ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ള ഒരു മൂവി തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഇപ്പൊ കണ്ടതിന്റെ ഡബിൾ ഇരട്ടി എഫക്റ്റ് അപ്പൊ കിട്ടിയതിനും തോന്നി. പക്ഷെ എന്നിരുന്നാലും പടം ഒരു ഗംഭീര തിയേറ്റർ വാച്ച് തന്നെയാണ് കേട്ടോ. അത് എടുത്തു പറയാണ്ട് വയ്യ. സിനിമയുടെ സെറ്റ് വർക്ക് ആയാലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്റ്റോറിയുടെ ഒരു പോക്കായാലും ശരി, അവിടെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫീല് വേറെ ലെവൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ചില സീനുകളൊക്കെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞ പല സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ആൻഡ് അവരതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറെ വിഷ്വൽ എഫക്ട്സ് ആയാലും ഒക്കെ നല്ല ക്ലാസ് ഐറ്റംസ് തന്നെയായിരുന്നു. എല്ലാം അവരെടുത്തിട്ടുള്ള എഫേർട്ടുകളൊക്കെ ശരിക്കും കാണുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ ശരിക്കും ഏലിയൻ ഫുൾ ഫ്രാഞ്ചൈസ് കണ്ടിട്ടില്ല. ശരിക്കും ഈ പടത്തിന്റെ റിലീസിന് മുന്നേ ആയിട്ട് കണ്ടിരിക്കേണ്ട മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോഴാണ്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടു നോക്കുക. ഫസ്റ്റ് വൺ പ്രൊമറ്റ്യൂസ് എന്ന് പറയുന്ന പടം കണ്ടു നോക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഏലിയൻ കൊവനന്റ്. ആൻഡ് തേർഡ് വൺ ആണ് ഈ ഏലിയൻ മൂവീസിന്റെ റിലീസിന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ഏലിയൻ എന്ന് പറയുന്ന പടം കാണാം. ആൻഡ് രണ്ടാമത്തെ പടമായിട്ടുള്ള ഏലിയൻസിനും ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ഏലിയനും ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു പല ടൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പല ടൈം ലൈനിൽ നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾ റീക്യാപ്പ് യൂട്യൂബിലൊക്കെ ഒരുപാട് റീക്യാപ്പ് വീഡിയോസ് ഉണ്ടാവും. അത് കണ്ടു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പടം കാണാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ഈ മൂവി കണ്ടു നോക്കുക. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഇടയിലുള്ള ചില ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ നല്ല പോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ചില ആ ഒരു ഏലിയൻസിന്റെ ഒക്കെ ഒരുമാതിരിയുള്ള ഒരു VFX വർക്കൊക്കെ ഒട്ടും മോശമാക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സിനിമകൾക്ക് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആവശ്യമായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മൂവീസിനൊക്കെ. നമ്മൾ സാധാരണ ഒരു തിയേറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചില കമന്റ് അടികളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. പക്ഷെ ഇവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ആൻഡ് അത് എടുത്തു പറയേണ്ടി പോയി. അത് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം റയർ ആയിട്ടേ നമുക്ക് അങ്ങനെയുള്ള ഒരു ആംബിയൻസ് കിട്ടാറുള്ളൂ. ആൻഡ് നമ്മൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് ദിവസം കാത്തിരുന്ന് കണ്ടതിനുള്ള ഒരു എന്താ പറയാ, വെർത്ത് വാച്ച് എന്ന് തോന്നിയൊരു മൂവി തന്നെയായിരുന്നു ഏലിയൻ റോമുലസ്. വെർത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ പോരാ, ഈ കൊല്ലം നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന മൂവീസിന്റെ ലിസ്റ്റിലേക്ക് ഒരു പടം കൂടിയാണ് ഏലിയൻ റോമുലസ്. ആൻഡ് ആ മൊത്തത്തിലുള്ള ആ ഒരു വേൾഡ് ബിൽഡിങ്ങും ഒക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. പക്ഷെ ഇതില് ഞാൻ ഇതിന്റെ ട്രിവ്യൂ അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരുപാട് ചില വർക്കിനൊക്കെ ഇതിന്റെ ഡയറക്ടറിനെ ജെയിംസ് ക്യാമറൂൺ ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏലിയൻസ് എന്ന് പറയുന്ന സെക്കൻഡ് മൂവിയുടെ വിഷ്വൽ എഫക്ട്സ് ചെയ്തിട്ടുള്ള ക്രൂവിലത്തെ പല ആൾക്കാരെ കൊണ്ടാണ് ഈ സിനിമയുടെ ക്രൂ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. മീൻസ് ആ വിഷ്വൽ എഫക്ട്സ് വർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളതും. ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ ഇതിന്റെ ഡയറക്ടർ ആ ഒരു സെറ്റില് ലൗഡ് സ്പീക്കറിലൊക്കെ ആ ഒരു സെനോമോസ് എന്ന് പറയുന്ന ഇതിലത്തെ ഏലിയൻസിന്റെ സൗണ്ടും ചില അലാറമൊക്കെ ഇങ്ങനെ അങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫീല് ശരിക്കും ആ ഒരു പടത്തിന്റെ ത്രൂ ഔട്ട് കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ അത് എല്ലാവരിലേക്ക് എത്തിക്കാനുമായിട്ടായിരുന്നു ആളങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ ജോണർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കാണാതിരിക്കുന്ന ഓഡിയൻസിന് അത്രത്തോളം ഫീല് കിട്ടുന്ന രീതിയിലായിരുന്നു പല സീനുകളും. പ്രത്യേകിച്ച് പടത്തിന്റെ അവസാനത്തെ സീനിലൊക്കെ എന്താ പറയാ, നമുക്ക് ശരിക്കും അത് സീറ്റിന്റെ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. ആൻഡ് പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം ഈ പടമൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ളതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ് മൂവി. അത് അത്ര എനിക്ക് പറയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഒരു പടങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഈ മൂവീസ് ഒക്കെ അതിന്റെ ആ ഒരു മൂവീസിന്റെ ആ ഒരു ഫ്രാഞ്ചൈസിലത്തെ ഒരു പടം ഇപ്പോൾ റിലീസ് ആവുകയാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ആൻഡ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക.